ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചിത്രകാരനായ ഒരാളുണ്ട്. കാസർഗോഡ് അണങ്കൂരിൽ താമസിക്കുന്ന വേണു കണ്ണനാണ് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കാസർഗോഡ് കലാ, സാഹിത്യ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വേണു കണ്ണൻ. വേണു കണ്ണൻ 1987 കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ശേഷം മണിപ്പാൽ കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്ന് D.Pharm കരസ്ഥമാക്കി. 1992 ഗൾഫിലേക്ക് പറന്നു. ദുബായ് ദേരയിലെ ഫരീദ ട്രേഡിംഗ് കമ്പനിയിൽ തുടർച്ചയായി 20 വർഷം ഫിനാൻസ് ഹെഡായി സേവനം. 92 മധ്യത്തിലാണ് ഞാൻ ദുബായിക്ക് പോകുന്നത്. അവിടെ എനിക്ക് ഒരു ട്രേഡിംഗ് കമ്പനിയിൽ അക്കൗണ്ട്സ് ക്ലർക്കായിട്ട് ഒരു പൊസിഷൻ കിട്ടി. അങ്ങനെ ആ ജോലി ചെയ്ത് എന്നെ സംബന്ധിച്ച് ഓഫീസും ഈ ഫയലുകളും ബുക്കും കാര്യങ്ങളൊക്കെ പുതിയതാണ്. ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുത്തു. 20 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 2013 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പെയിന്റിംഗ്. ഇപ്പം തിരിച്ചു വന്നിട്ട് 12 വർഷമാകുന്നു. ഈ 12 വർഷം ഞാൻ മുടങ്ങാതെ വരയ്ക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ വരയ്ക്ക് വേണ്ടിയിട്ടിരിക്കും. കാസർഗോഡ് സാഹിത്യവേദിയിലും ഒരു വട്ടം കൂടി എന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലും സജീവമാണിപ്പോൾ. എനിക്കിവിടെ വന്ന ഉടനെ തന്നെ എൻ്റെ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് ആയിട്ട് വളരെ നല്ല സമ്പർക്കം കിട്ടി. അപ്പം അതേ സമയത്ത് തന്നെ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി, ഒരു വട്ടം കൂടി എന്നുള്ളത്. അതിൽ സജീവമായിട്ട് പങ്കെടുത്തു. ഇപ്പോൾ ഈ അടുത്ത് നടന്ന കൂട്ടായ്മയിൽ എൻ്റെ എക്സിബിഷനും അതേപോലെ കുറേ നാടകവും പിന്നെ ഒപ്പനയൊക്കെ ഞങ്ങൾ അഭിനയിച്ചു. കാസർഗോഡ് ബദിയടുക്കയിൽ ഒരു ഫാർമസി നടത്തുന്നു. ഭാര്യ ബബിത വേണുവും സഹായത്തിനുണ്ട്. 2 മക്കൾ, രാഹുൽ ബി വേണുവും സംഗീത ബി വേണുവും. പ്രവാസികളോടുള്ള വേണുവിൻ്റെ ഉപദേശം ഇതാണ്: നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണം പോകുന്നത്. കാരണം ഇവിടെ ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ പ്രവാസം അല്ലെങ്കിൽ ദുബായിൽ നിന്നുള്ള സ്വപ്നം കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യം ആയെന്ന് പറയുമ്പോൾ മതി എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവണം. ആ ആഗ്രഹങ്ങൾ, ഈ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല ആരും. അപ്പം എനിക്ക് ഒന്നുമില്ലാത്തിടത്ത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റി. ഞാൻ ഇതിൽ തൃപ്തനാണ്. ഇനി ശേഷിക്കുന്ന കാലം കുടുംബത്തോടൊപ്പം ജീവിക്കാം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.